ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. ഇവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട്. ഏതായാലും നമ്മുടെ ഈ റമളാൻ, അതിനോടനുബന്ധിച്ചുള്ള ഇഫ്താർ, അതുപോലെ ഓണം, ക്രിസ്മസ്, ഈ മൂന്ന് ആഘോഷങ്ങളും വളരെ കെങ്കേമമായിട്ട് തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ കരമന ജയൻ സാറ് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പാളയം മുസ്ലിം ജമാഅത്തിൽ നേരത്തെ ഒരു പരിപാലന സമിതി അംഗമുണ്ടായിരുന്നു, അസീസ് സാറ്. പാളയം അസീസ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം വഴിക്കാണ് ഞാൻ ആദ്യം നമ്മുടെ കരമന ജയൻ സാറെ പരിചയപ്പെടുന്നത്. ഏതായാലും അസീസ് സാറ് ഇത് നമ്മുടെ കൂടെ ഇല്ല. ഏതായാലും റമളാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ചിരിക്കുന്നു, ഇഫ്താറിന് ഒരുമിച്ചിരിക്കുന്നു. ഒരുമിച്ചിരിക്കുക എന്ന് തന്നെയാണ് ഇഫ്താറിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. ഖുർആൻ അവതീർണമായിട്ടുള്ള മാസമാണ് റമളാൻ. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് സന്മാർഗമായും സത്യ അസത്യ വിവേചന ഗ്രന്ഥമായും ഖുർആൻ അവതീർണമായ മാസം, ജനങ്ങൾക്ക് വെളിച്ചമായി ഖുർആൻ അവതീർണമായ മാസം. വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് മാനവികതയുടെ വെളിച്ചമാണ്. ഖുർആൻ അടക്കമുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും അത് മാനവികതയ്ക്ക് മാർഗദർശനവും വെളിച്ചവും പ്രദാനം ചെയ്യുന്ന ഗ്രന്ഥങ്ങളാണ്. ആ ഗ്രന്ഥങ്ങളുടെ വാർഷികാചരണം തീർച്ചയായിട്ടും ഓരോ ആത്മീയ പ്രസ്ഥാനങ്ങളും നടത്തുന്നുണ്ട്. കർക്കിടക മാസം രാമായണ മാസാചരണമാണ്. സെപ്റ്റംബർ മാസത്തിൽ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ പലപ്പോഴും ബൈബിൾ മാസാചരണം നടത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ വിശുദ്ധ ഗ്രന്ഥങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള മാസാചരണമുണ്ട്. ഈ റമളാൻ്റെ മാസാചരണം അത് ഇഫ്താറിലൂടെയാണ് നമ്മൾ നമ്മുടെ സന്തോഷം പങ്കുവെക്കുന്നത്. ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരും പരസ്പരം ഒരുമിച്ച് ഇരുന്നു കൊണ്ട്, നോമ്പ് തുറന്നുകൊണ്ട്, അതോടൊപ്പം തന്നെ ഭക്ഷ്യവിഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചുകൊണ്ടുള്ള ആഘോഷം. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആ 2 വരികളിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. മാനവികതയുടെ മനോഹരമായ സന്ദേശം അതിൽ അടങ്ങിയിട്ടുണ്ട്. പങ്കുവെപ്പിൻ്റെ മനോഹരമായ സന്ദേശവും ഗുരു ആവിഷ്കരിച്ചിട്ടുണ്ട്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി തീർന്നിടണം. നിന്റെ സഹോദരൻ്റെ സുഖം നിന്റെ സുഖമായി, അവൻ്റെ ദുഃഖം നിന്റെ ദുഃഖമായി നീ ഏറ്റെടുക്കുമ്പോഴാണ് നീ യഥാർത്ഥ മാനവനായിട്ട് മാറുന്നത്. ഇഫ്താറാണെങ്കിലും പെരുന്നാളാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഓണമാണെങ്കിലും മാനവികതയുടെ സന്ദേശം, മനുഷ്യരെല്ലാവരും ഒന്നാണെന്നുള്ള സന്ദേശമാണ് പ്രദാനം ചെയ്യുന്നതെങ്കിൽ ഒരുമയോടെ എല്ലാ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞ്, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു മഹത്തായ ഭരണഘടനയുടെ പൗരന്മാർ എന്ന അർത്ഥത്തിൽ ഒരുമയോടെ മുന്നോട്ട് നീങ്ങാൻ ജഗദീശ്വരൻ നമ്മെ തുണക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇഫ്താർ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.